ഓം ശാന്തി 2/6/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 18/1/2000. മുരളിയുടെ ടൈറ്റിലാണ് ബ്രഹ്മബാബയ്ക്ക് സമാനം ത്യാഗം, തപസ്, സേവനത്തിന്റെ വൈബ്രേഷൻസ് വിശ്വത്തിൽ പരത്തൂ. ഇന്ന് സമർത്ഥ ബാബ്ദാദ തന്റെ സമർത്ഥ കുട്ടികളെ കാണുകയാണ്. ഇന്നത്തെ ദിവസം സ്മൃതി ദിവസവും സമർത്ഥി ദിവസവുമാണ്. ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് സർവശക്തികൾ ഇഷ്ടദാനമായി തരുന്നതിന്റെ ദിവസമാണ്. ലോകത്തിൽ അനേകം തരത്തിലുള്ള ഇഷ്ടദാനമുണ്ട്. എന്നാൽ ബ്രഹ്മബാബ ബാബയിൽ നിന്ന് പ്രാപ്തമായ സർവശക്തികളുടെ ഇഷ്ടദാനം കുട്ടികൾക്ക് നൽകി. ഇങ്ങനെ അലൗകിക ഇഷ്ടദാനം മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. ബാബ ബ്രഹ്മബാബയെ സാകാരത്തിൽ നിമിത്തമാക്കി. ബ്രഹ്മബാബ കുട്ടികൾക്ക് നിമിത്ത ഭവയുടെ വരദാനം നൽകി ഇഷ്ടദാനം ചെയ്തു. ഈ ഇഷ്ടദാനം കുട്ടികളിൽ സഹജമായി പവേഴ്സിന്റെ, അതായത് ശക്തികളുടെ അനുഭൂതി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുണ്ട് തന്റെ പുരുഷാർത്ഥത്തിന്റെ പവേഴ്സ്. എന്നാൽ ഇതാണ് പരമാത്മ ഇഷ്ടദാനത്തിലൂടെ പവേഴ്സിന്റെ പ്രാപ്തി. ഇത് പ്രഭുദാനമാണ്, പ്രഭു വരദാനമാണ്. ഈ പ്രഭു വരദാനമാണ് നടത്തിക്കുന്നത്. വരദാനത്തിൽ പുരുഷാർത്ഥത്തിന്റെ പരിശ്രമമില്ല. എന്നാൽ സഹജവും സ്വതവേയും നിമിത്തമാക്കി നടത്തുകയാണ്. തുടക്കത്തിലെ കുറച്ചുപേരെ ബാക്കിയുള്ളൂ. എന്നാൽ ബാബ്ദാദയിലൂടെ, പ്രത്യേകിച്ചു ബ്രഹ്മബാബയിലൂടെ വിശേഷിച്ചു കുട്ടികൾക്ക് ഈ ഇഷ്ടദാനം പ്രാപ്തമാക്കിയിരിക്കുകയാണ്. ബാബ്ദാദ ഇതും കണ്ടു. ഏതു കുട്ടികൾക്കാണോ ഇഷ്ടദാനം ചെയ്തത് ആ എല്ലാ കുട്ടികളും, അതായത് ആദിരത്നങ്ങളും സേവനത്തിന് നിമിത്തമായ കുട്ടികളും ആ പ്രാപ്തമായ ഇഷ്ടദാനത്തെ നല്ല രീതിയിൽ കാര്യത്തിൽ ഉപയോഗിച്ചു. ഈ ഇഷ്ടദാനം കാരണം ഇന്ന് ഈ ബ്രാഹ്മണ പരിവാരം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. കുട്ടികളുടെ വിശേഷത കാരണം ഈ അഭിവൃദ്ധി നടക്കുക തന്നെ വേണമായിരുന്നു, നടക്കുകയാണ്. ബാബ്ദാദ കണ്ടു നിമിത്തമായവരും കൂട്ടുകൊടുത്തവരും രണ്ട് തരത്തിലുമുള്ള കുട്ടികളുടെ രണ്ട് വിശേഷതകൾ വളരെ നന്നായിരിക്കുന്നു. ആദ്യത്തെ വിശേഷത സ്ഥാപനയുടെ ആദിരത്നമായാലും സേവനത്തിന്റെ രത്നമായാലും രണ്ട് കൂട്ടരിലും സംഘടനയുടെ ഐക്യം വളരെ നന്നായിരുന്നു. ആരിലും എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ എന്നത് സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ വിശേഷതയാണ് ഒരാൾ പറഞ്ഞു, മറ്റേയാൾ മാനിച്ചു. ഈ എക്സ്ട്രാ പവേഴ്സിന്റെ ഇഷ്ടദാനത്തിന്റെ വായുമണ്ഡലത്തിൽ വിശേഷമായി ഉണ്ടായിരുന്നു. ഇതിനാൽ സർവ നിമിത്തമായ ആത്മാക്കൾക്കും ബാബ ബാബ എന്നു മാത്രം കാണപ്പെട്ടു. ബാബ്ദാദ ഇങ്ങനെയുള്ള സമയത്ത് നിമിത്തമായ ആത്മാക്കൾക്ക് ഹൃദയപൂർവം സ്നേഹം നൽകുന്നു. ബാബയുടെ അത്ഭുതമുണ്ട്. എന്നാൽ കുട്ടികളുടെ അത്ഭുതവും ചെറുതല്ല. ഈ സമയത്തെ സംഘടനയും ഐക്യവും നമ്മളെല്ലാവരും ഒന്നാണ്. അതുതന്നെയാണ് ഇന്നും സേവനം വർദ്ധിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? നിമിത്തമായ ആത്മാക്കളുടെ ആധാരം ഉറപ്പുള്ളതായിരുന്നു. അതിനാൽ ബാബ്ദാദ ഇന്ന് കുട്ടികളുടെ അത്ഭുതത്തെ പാടി പുകഴ്ത്തുകയായിരുന്നു. കുട്ടികൾ 4 വശത്തു നിന്നും സ്നേഹത്തിന്റെ മാലകൾ അണിയിച്ചു. ബാബയാണെങ്കിൽ കുട്ടികളുടെ അത്ഭുതത്തിന്റെ വർണ്ണന നടത്തുന്നു. ഇത്രയും സമയമുണ്ടാകും എന്ന് ചിന്തിച്ചിരുന്നു. എത്ര സമയമായി? എല്ലാവരുടെയും വായിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഇതാണ് വന്നിരുന്നത്, തിരിച്ചു പോകണം. എന്നാൽ ബാബ്ദാദയ്ക്ക് അറിയാമായിരുന്നു ഇനി അവ്യക്ത രൂപത്തിലെ സേവനം നടക്കണമെന്ന്. സാകാരത്തിൽ ഇത്രയും വലിയ ഹാൾ നിർമ്മിച്ചിരുന്നു.
ബാബയുടെ അതിപ്രിയ ഡബിൾ വിദേശികൾ വന്നിരുന്നു. ഡബിൾ വിദേശികളുടെ അവ്യക്ത പാലനയിലൂടെ അലൗകിക ജന്മം നടക്കുക തന്നെ വേണമായിരുന്നു. ഇത്രയും കുട്ടികൾ വരണമായിരുന്നു. ഇതിനാൽ ബ്രഹ്മബാബയ്ക്ക് സാകാര ശരീരവും വിടേണ്ടി വന്നു. ഡബിൾ വിദേശികൾക്ക് ലഹരിയുണ്ടോ നമ്മൾ അവ്യക്ത പാലനയുടെ പാത്രമാണ് എന്ന്. ബ്രഹ്മബാബയുടെ ത്യാഗം ഡ്രാമയിൽ വിശേഷിച്ച് അടങ്ങിയിട്ടുണ്ട്. ആദ്യം മുതൽ ബ്രഹ്മബാബയുടെ ത്യാഗവും താങ്കൾ കുട്ടികളുടെ ഭാഗ്യവും അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഒന്നാം നമ്പർ ത്യാഗത്തിന് ഉദാഹരണം ബ്രഹ്മബാബയായി. ത്യാഗമെന്ന് പറയുന്നത് എല്ലാം പ്രാപ്തമാകുക, ത്യാഗം ചെയ്യുക. സമയമനുസരിച്ചുള്ള പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള ത്യാഗം ശ്രേഷ്ഠ ത്യാഗമല്ല. തുടക്കം മുതൽ തന്നെ ശരീരം, മനസ്സ്, ധനം, സംബന്ധം സർവപ്രാപ്തികളുണ്ടായിട്ടും ത്യാഗം ചെയ്തു. ശരീരവും ത്യജിച്ചു. എല്ലാ സാമഗ്രികളുണ്ടായിട്ടും സ്വയം പഴയതിൽ തന്നെ ഇരുന്നു. സാധനങ്ങൾ വരുന്നത് ആരംഭിച്ചിരുന്നു. ഉണ്ടായിട്ടും സാധനയിൽ ഉറച്ചുനിന്നു. ഈ ബ്രഹ്മാവിന്റെ തപസ് താങ്കൾ കുട്ടികളുടെ ഭാഗ്യമുണ്ടാക്കി. ഡ്രാമയനുസരിച്ച് ഇങ്ങനെ ത്യാഗത്തിന്റെ ഉദാഹരണം ബ്രഹ്മാവ് തന്നെയാണ് ആയത്. ഈ ത്യാഗം സങ്കല്പശക്തിയുടെ സേവനത്തിന്റെ വിശേഷ പാർട്ട് ഉണ്ടാക്കി. ഇതിനാൽ പുതിയ പുതിയ കുട്ടികൾ സങ്കല്പശക്തിയിലൂടെ ഫാസ്റ്റ് അഭിവൃദ്ധി പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മബാബയുടെ ത്യാഗത്തിന്റെ കഥ കേട്ടോ. ബ്രഹ്മാവിന്റെ തപസ്സിന്റെ ഫലം താങ്കൾ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. തപസ്സിന്റെ പ്രഭാവം ഈ മധുബൻ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. ഒപ്പം കുട്ടികളുടെയും ഉണ്ട്. കുട്ടികളുടെ തപസ്സുമുണ്ട്. എന്നാൽ നിമിത്തമെന്ന് ബ്രഹ്മബാബയെ പറയും. ആരെല്ലാം മധുബൻ തപസ്യാ ഭൂമിയിൽ വരുന്നുവോ ബ്രാഹ്മണ കുട്ടികളും അനുഭവിക്കുന്നു. ഇവിടത്തെ അന്തരീക്ഷം, ഇവിടത്തെ വൈബ്രേഷൻസ് സഹയോഗിയാക്കി മാറ്റുന്നു. യോഗം ചെയ്യുന്നതിനുള്ള പരിശ്രമമില്ല. സഹജമായി യോജിക്കുന്നു. എങ്ങനെയുള്ള ആത്മാക്കളായാലും അവർ എന്തെങ്കിലും അനുഭവം എടുത്തുകൊണ്ട് പോകുന്നു. ജ്ഞാനം മനസ്സിലാക്കിയില്ലെങ്കിലും അലൗകിക സ്നേഹവും ശാന്തിയും അനുഭവിച്ചുകൊണ്ടു പോകുന്നു. എന്തെങ്കിലും പരിവർത്തനപ്പെടുത്തണം എന്ന സങ്കല്പം എടുത്തു തന്നെ പോകുന്നു. ഇതാണ് ബ്രഹ്മാവിന്റെയും ബ്രാഹ്മണരുടെയും തപസ്സിന്റെ പ്രഭാവം. ഒപ്പം സേവനത്തിന്റെ വിധി, വിഭിന്ന പ്രകാരത്തിലുള്ള സേവനം കുട്ടികളെ കൊണ്ട് പ്രാക്ടിക്കൽ ചെയ്യിപ്പിച്ചു കാട്ടി. ആ വിധികളെയാണ് ഇപ്പോൾ വിസ്താരത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതുപോലെ ബ്രഹ്മബാബയുടെ ത്യാഗം, തപസ്, സേവനത്തിന്റെ ഫലം താങ്കൾ കുട്ടികൾക്ക് ലഭിക്കുന്നു. ഇതുപോലെ ഓരോ കുട്ടിയും തന്റെ ത്യാഗം, തപസ്, സേവനത്തിന്റെ വൈബ്രേഷൻസ് വിശ്വത്തിൽ പരത്തണം. ഏതുപോലെ സയൻസിന്റെ ബലം തന്റെ പ്രഭാവം പ്രത്യക്ഷ രൂപത്തിൽ കാട്ടുന്നു, ഈ സയൻസിന്റെയും രചയിതാവ് സൈലൻസ് ബലമാണ്. സൈലൻസ് ബലത്തെയും പ്രത്യക്ഷമാക്കാനുള്ള സമയം ഇപ്പോഴാണ്. സൈലൻസ് ബലത്തിന്റെ വൈബ്രേഷൻസ് തീവ്രഗതിയിൽ പരത്തുന്നതിനുള്ള മാർഗമാണ് മനസ്സിന്റെയും ബുദ്ധിയുടെയും ഏകാഗ്രത. ഈ ഏകാഗ്രതയുടെ പരിശീലനം വർദ്ധിക്കണം. ഏകാഗ്രതയുടെ ശക്തിയിലൂടെയാണ് വായുമണ്ഡലം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ചഞ്ചലതകൾ കാരണം പവർഫുൾ വൈബ്രേഷൻ ഉണ്ടാകുന്നില്ല. ബാബ്ദാദ ഇന്ന് കാണുകയായിരുന്നു, ഏകാഗ്രതയുടെ ശക്തി ഇനി കൂടുതൽ വേണം. എല്ലാ കുട്ടികളുടെയും ഒരേ ഒരു ദൃഢസങ്കല്പം വേണം. ഇനി നമ്മുടെ സഹോദരീ സഹോദരരുടെ ദുഃഖ സംഭവങ്ങൾ പരിവർത്തനമാകണം. ഹൃദയത്തിൽ നിന്നും ദയ ഇമർജാകണം. എന്താ സയൻസിന്റെ ശക്തിക്ക് ചഞ്ചലത ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഇത്രയും ബ്രാഹ്മണാത്മാക്കളുടെ സൈലൻസിന്റെ ശക്തി ദയാഹൃദയ ഭാവനയിലൂടെ
അല്ലെങ്കിൽ സങ്കല്പത്തിലൂടെ ചഞ്ചലതയെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ലേ? ചെയ്യുക തന്നെ വേണം, നടക്കുക തന്നെ വേണമെങ്കിൽ ഈ കാര്യത്തിൽ വിശേഷ അറ്റൻഷൻ കൊടുക്കൂ. താങ്കൾ മുതുമുത്തച്ഛന്റെ, അതായത് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ കുട്ടികളാകുമ്പോൾ എല്ലാവരും താങ്കളുടെ തന്നെ വംശജരാണ്, ശാഖകളാണ്, പരിവാരമാണ്. താങ്കൾ തന്നെയാണ് ഭക്തരുടെ ഇഷ്ടദേവത. ഈ ലഹരിയുണ്ടോ നമ്മൾ തന്നെയാണ് ഇഷ്ടദേവനെന്ന്? ഭക്തർ നിലവിളിക്കുകയാണ്. താങ്കൾ കേൾക്കുന്നുണ്ടോ? അവർ വിളിക്കുകയാണ്, ഹേ ഇഷ്ടദേവ. താങ്കൾ കേൾക്കുന്നത് മാത്രമേയുള്ളൂ, അവർക്ക് മറുപടി നൽകുന്നില്ലേ? അപ്പോൾ ബാബ്ദാദ പറയുകയാണ്, ഭക്തരുടെ ഇഷ്ടദേവർ, ഇനി വിളി കേൾക്കൂ, മറുപടി കൊടുക്കൂ. കേൾക്കുക മാത്രമല്ല, എന്ത് മറുപടി നൽകും? പരിവർത്തനത്തിന്റെ വായുമണ്ഡലമുണ്ടാക്കൂ. താങ്കളുടെ മറുപടി അവർക്ക് ലഭിക്കാത്തതിനാൽ അവരും അലസരാകുന്നു, നിലവിളിക്കുന്നു, പിന്നെ നിശബ്ദരാകുന്നു. ബ്രഹ്മബാബയുടെ ഓരോ കാര്യത്തിലെയും ഉത്സാഹം കണ്ടിരിക്കുമല്ലോ. തുടക്കത്തിൽ ഉത്സാഹമുണ്ടായിരുന്നു, ചാവി വേണം എന്ന്. ഇപ്പോഴും ബ്രഹ്മബാബ ശിവബാബയോട് ഇതാണ് പറയുന്നത്, വീട്ടിൽ പോകാൻ വാതിലിന്റെ ചാവി നൽകൂ. എന്നാൽ ഒപ്പം പോകാനുള്ളവർ തയ്യാറാകണ്ടേ? ഒറ്റയ്ക്കെന്തു ചെയ്യാം? അപ്പോൾ ഒപ്പം പോകണോ അതോ പിന്നാലെ പോകണോ? ഒപ്പം പോകണ്ടേ? ബ്രഹ്മബാബ പറയുന്നു, കുട്ടികളോട് ചോദിക്കൂ, ബാബ ചാബി തരികയാണെങ്കിൽ താങ്കൾ എവർ റെഡിയാണോ? എവർ റെഡിയാണോ അതോ റെഡിയാണോ? റെഡിയല്ല, എവർ റെഡി. ത്യാഗം, തപസ്, സേവനം, 3 പരീക്ഷയ്ക്കും തയ്യാറായോ? ബ്രഹ്മബാബ പുഞ്ചിരിക്കുന്നു. സ്നേഹക്കണ്ണീർ ധാരാളം ഒഴുക്കുന്നുണ്ട്. ആ കണ്ണുനീർ ബ്രഹ്മബാബ മുത്തിന് സമാനം ഹൃദയത്തിൽ വയ്ക്കുന്നുമുണ്ട്. എന്നാൽ ഒരു സങ്കല്പം തീർച്ചയായും ഉണ്ടാവുന്നു, എല്ലാവരും എപ്പോൾ എവർ റെഡി ആകും? തീയതി നൽകൂ. താങ്കൾ പറയും, ഞങ്ങൾ എവർ റെഡിയാണ്. താങ്കളുടെ പങ്കാളികൾ, അവരെയും ആക്കൂ. അതോ അവരെ വിട്ടിട്ട് വരുമോ? താങ്കൾ പറയും, ബ്രഹ്മബാബയും വിട്ടിട്ടു പോയില്ലേ എന്ന്. എന്നാൽ അവർക്ക് ഈ രചന രചിക്കണമായിരുന്നു. ഫാസ്റ്റ് വളർച്ചയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എവർ റെഡി ആണോ? ഒരാൾ മാത്രമല്ല, എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകണ്ടേ? അതോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുമോ? അപ്പോൾ എല്ലാവരും എവർ റെഡിയാണോ അതോ ആയിത്തീരുമോ? പറയൂ. കുറഞ്ഞത് 9 ലക്ഷം ഒപ്പം പോകണം. ഇല്ല എങ്കിൽ ആരുടെ മേൽ രാജ്യം ഭരിക്കും? സ്വയം തന്റെ മേൽ ഭരിക്കുമോ? ബ്രഹ്മബാബയ്ക്ക് എല്ലാ കുട്ടികളെയും പ്രതി ഈ ശുഭഭാവനയാണ്, എവർ റെഡിയാകൂ, എവർ റെഡിയാക്കൂ. ഇന്ന് വതനത്തിലും എല്ലാ വിശേഷ ആദിരത്നങ്ങളും സേവനത്തിന്റെ ആദിരത്നങ്ങളും ഇമർജായി. അഡ്വാൻസ് പാർട്ടിക്കാർ പറയുന്നു, നമ്മൾ തയ്യാറാണ്. ഏത് കാര്യത്തിലാണ് തയ്യാർ? അവർ പറയുന്നു, ഇവർ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴക്കിയാൽ നമ്മൾ എല്ലാവരും പ്രത്യക്ഷരായി പുതിയ സൃഷ്ടിയുടെ രചനയ്ക്ക് നിമിത്തമാകാം. നമ്മൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്, പുതിയ സൃഷ്ടി രചിക്കുന്നവർ വരട്ടെ എന്ന്. ഇനി ജോലി മുഴുവൻ താങ്കളുടെ കയ്യിലാണ്. പെരുമ്പറ മുഴക്കൂ. വന്നു വന്നു എന്ന പെരുമ്പറ മുഴക്കൂ. പെരുമ്പറ മുഴക്കാൻ അറിയുമോ? മുഴക്കണമല്ലോ. അപ്പോൾ ബ്രഹ്മബാബ പറയുന്നു, തീയതി കൊണ്ടുവരൂ. താങ്കളും പറയുന്നില്ലേ, തീയതിയില്ലാതെ കാര്യം നടക്കില്ല. അപ്പോൾ ഇതിന്റെയും തീയതി കുറിക്കൂ. തീയതി കുറിക്കാൻ കഴിയുമോ? ബാബ പറയുന്നു, താങ്കൾ ഉണ്ടാക്കൂ. ബാബ പറയുന്നു, ഇന്ന് തന്നെ ഉണ്ടാക്കൂ. കോൺഫറൻസിന്റെ തീയതി ഉറപ്പിച്ചുവല്ലോ. അപ്പോൾ ഇതിന്റെയും കോൺഫറൻസ് ചെയ്യൂ. വിദേശികൾ എന്ത് മനസ്സിലാക്കുന്നു?
തീയതി ഫിക്സ് ചെയ്യുമോ? അതെയാണോ ഇല്ലെന്നാണോ? ശരി, ദാദി ജാനകിയോടൊപ്പം അഭിപ്രായം ആരാഞ്ഞ് ചെയ്യൂ. ശരി, ദേശവിദേശത്തെ 4 വശത്തെയും ബാപ്ദാദയുടെ അതിസമീപം, അതിപ്രിയരും വേറിട്ടവരും ബാപ്ദാദ കാണുകയായിരുന്നു. എല്ലാ കുട്ടികളും സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ലവ്ലീൻ സ്വരൂപത്തിൽ ഇരിക്കുകയാണ്, കേൾക്കുകയാണ്, കൂടിക്കാഴ്ചയുടെ ഊഞ്ഞാലിൽ ആടുകയാണ്. ദൂരെയല്ല, നയനങ്ങളുടെ മുന്നിലുമല്ല, പകരം അലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 3ലും മിലനം ആഘോഷിക്കുന്ന അവ്യക്ത രൂപത്തിൽ ലവ്ലീനരായ കുട്ടികൾ, സദാ ബാബയ്ക്ക് സമാനം ത്യാഗം, തപസ്, സേവനത്തിന്റെ തെളിവ് നൽകുന്ന സൽപുത്രർ, സദാ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ വിശ്വപരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തക കുട്ടികൾ, സദാ ബാബയ്ക്ക് സമാനം തീവ്ര പുരുഷാർത്ഥത്തിലൂടെ പറക്കുന്ന ഡബിൾ ലൈറ്റ് കുട്ടികൾക്ക് ബാപ്ദാദയുടെ വളരെ 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 സ്നേഹസ്മരണകളും നമസ്തേയും. രാജസ്ഥാനിലെ സേവാധാരികൾ, വളരെ നല്ല സേവനത്തിനുള്ള ചാൻസ് രാജസ്ഥാന് ലഭിച്ചു. രാജസ്ഥാൻ എന്ന പേരുപോലെ രാജ ക്വാളിറ്റിയിലുള്ളവരെ ഇറക്കൂ. പ്രജകളല്ല, രാജ കുടുംബത്തിലെ രാജാക്കളെ ഇറക്കൂ. അപ്പോൾ എങ്ങനെയുള്ള പേരാണോ രാജസ്ഥാൻ എന്ന്, അതുപോലെ പേരുപോലുള്ള സേവാ ക്വാളിറ്റി നടക്കും. ഒളിഞ്ഞിരിക്കുന്ന രാജാക്കൾ ഉണ്ടോ, അതോ മേഘങ്ങളിലാണോ? അവിടെയുള്ള ബിസിനസ്സുകാരുടെ സേവനത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കൂ. മിനിസ്റ്ററും സെക്രട്ടറിയും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ബിസിനസ്സുകാർക്ക് ബാബയോടും ബിസിനസ് ചെയ്ത് മുന്നേറാൻ സാധിക്കും. പിന്നെ ബിസിനസ്സുകാരുടെ സേവനം ചെയ്യുന്നതിലൂടെ അവരുടെ കുടുംബത്തിലെ മാതാക്കൾക്കും സഹജമായി വരാൻ സാധിക്കും. ഒറ്റയ്ക്ക് മാതാക്കൾക്ക് മുന്നോട്ടു പോകാൻ പാടാണ്. എന്നാൽ വീടിന്റെ നെടുംതൂൺ വരികയാണെങ്കിൽ പരിവാരം തനിയെ പതുക്കെ പതുക്കെ മുന്നേറും. ഇതിനാൽ രാജസ്ഥാൻ ഇനി രാജ ക്വാളിറ്റി ഇറക്കണം. ഇങ്ങനെ ആരുമില്ല എന്നു പറയരുത്. അല്പം അന്വേഷിക്കേണ്ടി വരും. പക്ഷേ ഉണ്ട്. അല്പം അവരുടെ പിന്നാലെ സമയം കൊടുക്കണം. അവരും തിരക്കിലല്ലേ. അവർ സമീപം വരുന്ന തരത്തിൽ എന്തെങ്കിലും വഴി ഒരുക്കണം. ബാക്കിയെല്ലാം നല്ലത് തന്നെ. സേവനത്തിനുള്ള ചാൻസ് എടുത്തു. ഓരോ സോണും എടുക്കുന്നു. ഇത് സമീപം വരുന്നതിനും ആശീർവാദം എടുക്കുന്നതിനും ഉള്ള വളരെ നല്ല മാർഗമാണ്. താങ്കളെ എല്ലാവരും കണ്ടാലും ഇല്ലെങ്കിലും, അറിഞ്ഞാലും ഇല്ലെങ്കിലും, എന്നാൽ എത്ര നല്ല സേവനം നടക്കുന്നുവോ ആശീർവാദം സ്വതവേ വരുന്നു. ആ ആശീർവാദം വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. ഹൃദയം കൊണ്ടുള്ള ആശീർവാദമല്ലേ, അത് ഹൃദയത്തിൽ പെട്ടെന്ന് എത്തിച്ചേരുന്നു. ബാബ്ദാദ പറയുന്നു, ഏറ്റവും സഹജമായ പുരുഷാർത്ഥമാണ് ആശീർവാദം നൽകുക, ആശീർവാദം എടുക്കുക എന്നത്. ആശീർവാദം കൊണ്ട് ശേഖരണം നിറയുമ്പോൾ നിറഞ്ഞ കണക്കിൽ മായ ശല്യപ്പെടുത്തില്ല. ശേഖരണത്തിന്റെ ബലം ലഭിക്കും. സന്തുഷ്ടരായിരിക്കൂ. സർവരെയും സന്തുഷ്ടരാക്കൂ. ഓരോരുത്തരുടെയും സ്വഭാവത്തിന്റെ രഹസ്യം അറിഞ്ഞ് സന്തുഷ്ടരായിരിക്കൂ. ഒരിക്കലും ഇവരെപ്പോഴും അസന്തുഷ്ടരാണ് എന്ന് പറയരുത്. താങ്കൾ സ്വയം രഹസ്യം അറിയൂ. അവരുടെ നാഡിയെ അറിയൂ. എന്നിട്ട് ആശീർവാദത്തിന്റെ മരുന്ന് നൽകൂ. അപ്പോൾ സഹജമായി തീരും. ശരിയല്ലേ രാജസ്ഥാൻ? രാജസ്ഥാനിലെ ടീച്ചേഴ്സ് എഴുന്നേൽക്കൂ. സേവനത്തിന് ആശംസകൾ. അപ്പോൾ സഹജ പുരുഷാർത്ഥം ചെയ്യൂ. ആശീർവാദം നൽകിപ്പോകൂ. എടുക്കണം എന്ന സങ്കല്പം ചെയ്യരുത്. നൽകൂ, എങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കും. കൊടുക്കുകയാണ് എടുക്കുക. ശരിയല്ലേ? ഇങ്ങനെയല്ലേ? ദാതാവിന്റെ കുട്ടികളല്ലേ? ആരെങ്കിലും തന്നാൽ കൊടുക്കാം, അല്ല,
ദാതാവായി നൽകൂ. എങ്കിൽ തനിയെ ലഭിക്കും. ശരി, ആര് ഈ കൽപ്പത്തിൽ ആദ്യമായി വന്നവർ അവർ കൈ ഉയർത്തു. പകുതിയോളം ആദ്യമായി വന്നവരാണ്, പകുതി പുതിയവരാണ്. ശരി, പിന്നിലിരിക്കുന്നവർ, അറ്റത്തിരിക്കുന്നവർ എല്ലാവരും സഹജയോഗിയാണോ? സഹജയോഗിയാണെങ്കിൽ ഒരു കൈ ഉയർത്തൂ. ശരി, വിട വാങ്ങുന്ന സമയം. ബ്രാക്കറ്റിൽ ബാബ് ദാദയ്ക്ക് രഥയാത്രകളുടെ വാർത്ത കേൾപ്പിച്ചു. 4 വശത്തുമുള്ള യാത്രകളുടെ വാർത്ത ഇടയ്ക്കിടെ ബാബ്ദാദയുടെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുന്നു. ശരി, എല്ലാവരും ഉത്സാഹ ഉന്മേഷത്തോടെ സേവനത്തിന്റെ പാർട്ട് അഭിനയിക്കുകയാണ്. ഭക്തരുടെ ആശീർവാദം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആരുടെ ഭക്തി തീർന്നുവോ അവർക്ക് ബാബയുടെ പരിചയം ലഭിക്കും. പരിചയം ലഭിച്ചവരിൽ കുട്ടികളാകുന്നവരെയും കാണാം. ബാക്കി സേവനം നന്നായി പോകുന്നുണ്ട്. എന്തെല്ലാം മാർഗമുണ്ടാക്കിയിട്ടുണ്ടോ ആ മാർഗം എല്ലാവരെയും നന്നായി ആകർഷിക്കുന്നുണ്ട്. ഇനി റിസൾട്ടിൽ ആരെല്ലാം ഏതെല്ലാം കാറ്റഗറിയിൽ വരുന്നു എന്നത് അറിയാം. എന്നാലും ഭക്തർക്കും താങ്കൾ എല്ലാവരുടെയും ദൃഷ്ടി ലഭിച്ചു, പരിചയം ലഭിച്ചു. ഇതും വളരെ നല്ല മാർഗമാണ്. ഇനി മുന്നോട്ട് ഇവരുടെ സേവനം ചെയ്ത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കണം. ആരെല്ലാം രഥയാത്രയിൽ സേവനം ചെയ്യുന്നുവോ, അക്ഷീണരായി സേവനം ചെയ്യുന്നുവോ അവർക്കെല്ലാം സ്നേഹസ്മരണകൾ. ബാപ്ദാദ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നു. സഫലത ജന്മസിദ്ധ അധികാരമാണ്. ശരി, മൗറീഷ്യസിൽ നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് നാഷണൽ യൂണിറ്റി അവാർഡ് പ്രൈം മിനിസ്റ്ററിൽ നിന്നും ലഭിച്ചു. മൗറീഷ്യസിൽ അല്ലെങ്കിലും VIP-കളുമായി കണക്ഷൻ നന്നായിരുന്നു. പ്രഭാവവും നല്ലതാണ്. ഇതിനാൽ ഗുപ്ത സേവനത്തിന്റെ ഫലം ലഭിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകിച്ച് ആശംസകൾ. ശരി, ഓം ശാന്തി. വരദാനം: ഓരോ ശ്വാസത്തിലും ഓർമ്മയുടെയും സേവനത്തിന്റെയും ബാലൻസിലൂടെ ബ്ലെസ്സിംഗ് പ്രാപ്തമാക്കുന്ന സദാ പ്രസന്ന ചിത്തരായി ഭവിക്കട്ടെ. ഓർമ്മയുടെ ലിങ്ക് സദാ യോജിച്ചിരിക്കുന്നതിന് അറ്റൻഷൻ നൽകുന്നു. അതുപോലെ സേവനത്തിലും ലിങ്ക് സദാ യോജിച്ചിരിക്കണം. ഓരോ ശ്വാസത്തിലും ഓർമ്മ, ഓരോ ശ്വാസത്തിലും സേവനം വേണം. ഇതിനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ ബാലൻസിലൂടെ സദാ ബ്ലെസ്സിങ്ങിന്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. ഈ ശബ്ദം ഹൃദയത്തിൽ നിന്ന് വരും ആശീർവാദങ്ങളിൽ പാലിക്കപ്പെടുകയാണ് എന്ന്. പരിശ്രമത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും മുക്തമാകും. എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ, ഈ ചോദ്യങ്ങളിൽ നിന്നും മുക്തമായി സദാ പ്രസന്ന ചിത്തരായിരിക്കും. പിന്നെ സഫലത ജന്മസിദ്ധ അധികാരമാണ് എന്ന രൂപത്തിൽ അനുഭവപ്പെടും. സ്ലോഗൻ: ബാബയിൽ നിന്നും സമ്മാനം നേടണമെങ്കിൽ സ്വയം തന്നിൽ നിന്നും കൂടെയുള്ളവരിൽ നിന്നും നിർവിഘ്നരാണ് എന്ന സർട്ടിഫിക്കറ്റ് ഒപ്പം വേണം. ഓം ശാന്തി.